നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. എമ്പുരാൻ സിനിമ തങ്ങൾക്ക് ദോഷമുണ്ടാക്കി എന്ന വിലയിരുത്തലിൽ ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം എത്തിയ സാഹചര്യത്തിൽ മോഹൻലാലിന്റെ ലഫ്റ്റനന്റ് കേണൽ പദവി തെറിക്കുമോ എന്ന ആശങ്കയിൽ താരരാജന്റെ വിശ്വസ്തർ. ബി.ജെ.പി. ക്യാമ്പുകൾ എമ്പുരാനെതിരെ നടത്തുന്ന വ്യാപക പ്രചാരണം നിർത്തണമെന്ന് മോഹൻലാൽ രാജീവ് ചന്ദ്രശേഖറിനോട് അഭ്യർത്ഥിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ബി.ജെ.പി. യോഗത്തിൽ രാജീവ് ചന്ദ്രശേഖർ താനും ലാലും തമ്മിൽ അടുത്ത സൗഹൃദമുണ്ടെന്നും പറയാൻ മറന്നില്ല. ഒരു സ്ഥാനമാനവും അത്ര എളുപ്പം കളഞ്ഞു കുളിക്കുന്നയാളല്ല മോഹൻലാൽ എന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ടും പൃഥ്വിരാജിന്റെ സിനിമയിൽ അഭിനയിച്ച് മോഹൻലാൽ അബദ്ധത്തിൽ ചാടിയത് എങ്ങനെയാണ്? നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും മർമ്മത്തിൽ തൊട്ടുള്ള കളി ലാലിന് സംഭവിച്ച പാളിച്ചയാണോ? അതോ പൃഥ്വിരാജും മുരളി ഗോപിയും ചേർന്ന് മോഹൻലാലിനെ പെടുത്തിയോ? മോഹൻലാൽ ഒരു മണ്ടനല്ല, എന്നിട്ടും അദ്ദേഹം പെട്ടു. ഇതിനു മുൻപ് താരസംഘടനയായ അമ്മ പിരിച്ചുവിടാനുള്ള മോഹൻലാലിന്റെ തീരുമാനമുണ്ടായത് അദ്ദേഹത്തിന് കേന്ദ്ര സർക്കാർ നൽകിയ ലഫ്റ്റനന്റ് കേണൽ പദവി തെറിക്കും എന്ന സാഹചര്യത്തിലാണ്. അമ്മയുടെ തലപ്പത്ത് നിന്ന് എത്രയും വേഗം മാറി നിന്നില്ലെങ്കിൽ ലഫ്റ്റനന്റ് കേണൽ പദവി പോകുമെന്ന് ബി.ജെ.പിയുടെ ഉന്നത കേന്ദ്രങ്ങളിൽ നിന്നും മോഹൻലാൽ മനസ്സിലാക്കിയിരുന്നു. ലഫ്റ്റനന്റ് കേണൽ പദവിയുടെ അധികാരത്തെയും മഹത്വത്തെയും കുറിച്ച് നന്നായി മനസ്സിലാക്കിയിട്ടുള്ള മോഹൻലാലിന് ഇക്കാര്യം മനസ്സിലാക്കിയപ്പോൾ ആ തീരുമാനം സ്വയം സ്വീകരിച്ചു. താൻ രാജിവെക്കുന്നതോടൊപ്പം അമ്മയെ മൊത്തത്തിൽ പിരിച്ചുവിടാൻ അദ്ദേഹം തീരുമാനിച്ചത് തനിക്കെതിരെ ഉണ്ടാകാനിടയുള്ള എല്ലാ പ്രതിസന്ധികളും അവസാനിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. ലഫ്റ്റനന്റ് കേണൽ പദവിയിൽ ഇരിക്കുന്നയാൾ സ്ത്രീകളെ പീഡിപ്പിക്കുന്ന ഒരു സംഘടനയെ എന്ന് ആരോപണം വന്നാൽ അത് രാജ്യത്തിന് തന്നെ മോശമാകും. ഇനി സ്വയം ആരോപണം നേരിടേണ്ടി വന്നാലോ ഒന്നും പറയാതെ പിന്മാറുന്നതാണ് ഉചിതമെന്ന് മോഹൻലാൽ കരുതിയെങ്കിൽ തെറ്റു പറയാനാവില്ല. ഇപ്പോൾ രാജ്യത്തിനെതിരെ സംസാരിക്കുന്ന കഥാപാത്രത്തെയാണ് എമ്പുരാനിൽ മോഹൻലാൽ അവതരിപ്പിച്ചതെന്നാണ് ബി.ജെ.പി. വൃത്തങ്ങൾ പറയുന്നത്. മോഹൻലാൽ മുമ്പില്ലാത്ത പ്രതിസന്ധിയാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. തനിക്കെതിരെയും ആരോപണം ഉണ്ടാകാൻ ഇടയുണ്ടെന്ന് അദ്ദേഹം സംശയിക്കുന്നു. എന്നാൽ കാര്യങ്ങൾ പക്വതയോടെ കൈകാര്യം ചെയ്യാനുള്ള മികവ് കാരണമാണ് മോഹൻലാൽ രക്ഷപ്പെട്ടു പോയത്. ഒരു സിനിമയിൽ എന്തിരിക്കുന്നു എന്ന ചോദ്യമാണ് ലാൽ ചോദിക്കുന്നത്. പക്ഷേ അദ്ദേഹം വിഷമിപ്പിച്ചത് മോദി സർക്കാരിനെയാണ്. തമിഴ്നാട്ടിൽ കമലഹാസനും വിജയുമൊക്കെ ഇതാണ് ചെയ്യുന്നത്. മോഹൻലാലിന് ഇത്രയും കാലം ഉണ്ടായിരുന്നത് ബി.ജെ.പി. ഇമേജാണ്. കോളേജിൽ പഠിക്കുന്ന കാലത്ത് ABVP-കാരനായിരുന്നു ലാൽ. കേരളത്തിലെ അറിയപ്പെടുന്ന ബി.ജെ.പി. നേതാക്കൾക്കെല്ലാം ലാലുമായി അടുപ്പമുണ്ട്. തന്റെ അടുത്ത സുഹൃത്താണ് മോഹൻലാൽ എന്ന് ബി.ജെ.പി. പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറും പറഞ്ഞു. എമ്പുരാന്റെ പഴി പൃഥ്വിരാജിന്റെ തലയിൽ ചാരിയിട്ട് ഊരിപ്പോകാൻ ലാലിന് കഴിയുന്നുമില്ല. ഒരു കാലത്ത് ബി.ജെ.പിയുമായി അടുപ്പം പുലർത്തുന്നതിന്റെ പേരിൽ മലയാളത്തിന്റെ പ്രിയതാരം മോഹൻലാലിനെ ആനക്കൊമ്പ് കേസിൽ കേരള സർക്കാർ പ്രതി ചേർത്തിരുന്നു. വനം വകുപ്പാണ് ലാലിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചത്. 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നിയമ നടപടികൾ തുടങ്ങിയത്. കേസുണ്ടായ താമസത്തിനെതിരെ ഹൈക്കോടതി രംഗത്ത് വന്നതിനെ തുടർന്നായിരുന്നു നടപടി. ഇപ്പോഴും ആനക്കൊമ്പ് കേസ് ലാലിന്റെ തലയിലെ ഡെമോക്രാസിന്റെ വാളാണ്. സർക്കാർ നൽകിയ 2 വ്യത്യസ്ത റിപ്പോർട്ടുകളാണ് സർക്കാരിന് വിനയായി മാറിയത്. ആദ്യത്തെ റിപ്പോർട്ട് മോഹൻലാലിനെ കേസിൽ പ്രതിയാക്കണമെന്നായിരുന്നു. രണ്ടാമത്തെ റിപ്പോർട്ട് അദ്ദേഹത്തെ കേസിൽ നിന്നും ഒഴിവാക്കണം എന്നതാണ്. രണ്ടും നൽകിയത് UDF സർക്കാരിന്റെ കാലത്ത് വനം വകുപ്പായിരുന്നു. ലാലിന്റെ തേവരയിലെ വീട്ടിൽ നിന്ന് 2012 ജൂണിലാണ് ആനക്കൊമ്പ് പിടിച്ചെടുത്തത്. ആദായ നികുതി വകുപ്പാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ രഹസ്യ റെയ്ഡ് നടത്തിയത്. 65,000 രൂപ നൽകി വാങ്ങി എന്നായിരുന്നു മോഹൻലാലിന്റെ വിശദീകരണം. K. കൃഷ്ണകുമാർ എന്നയാളിൽ നിന്നും താൻ ആനക്കൊമ്പ് വാങ്ങിയെന്നാണ് മോഹൻലാൽ വിശദീകരിച്ചത്. ആനക്കൊമ്പ് സൂക്ഷിക്കാൻ ലാലിന് ലൈസൻസ് ഉണ്ടായിരുന്നില്ല. കൃഷ്ണകുമാറിനെയും കേസിൽ പ്രതിയാക്കി. മോഹൻലാലിനെതിരെ നടപടി വേണ്ട എന്ന് പല കോണുകളിൽ നിന്നും സർക്കാരിന് ഉപദേശം ലഭിച്ചിരുന്നു. എന്നാൽ സർക്കാർ വഴങ്ങിയില്ല. വളരെ മുമ്പേ നരേന്ദ്രമോദി സ്തുതിയുടെ പേരിലും മറ്റും ഇടതുപക്ഷവുമായി ലാൽ അത്ര നല്ല സ്വരച്ചേർച്ചയിലായിരുന്നില്ല. ആനക്കൊമ്പ് കണ്ടെത്തിയതിനെ തുടർന്ന് ആദ്യം ലാലിനെതിരെ കേസെടുത്തു. പിന്നീട് കേസ് റദ്ദാക്കി. അന്ന് മന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നിർദ്ദേശാനുസരണം നിയമത്തിൽ ഭേദഗതി വരുത്തി. ലാലിനു വേണ്ടി നിയമം പരിഷ്കരിക്കുകയായിരുന്നു അന്നത്തെ സർക്കാർ. ഇതിനിടയിൽ താരത്തിന്റെ കയ്യിലുള്ളത് യഥാർത്ഥ ആനക്കൊമ്പാണ് എന്ന് മലയാറ്റൂർ DFO സർക്കാരിന് റിപ്പോർട്ട് നൽകി. അതേസമയത്ത് തന്നെ മോഹൻലാലിനെ പിന്തുണച്ച് വനം വകുപ്പ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് ഫയൽ ചെയ്തു. നിയമപരമല്ലാത്ത മാർഗത്തിലൂടെ അല്ല മോഹൻലാൽ ആനക്കൊമ്പ് വാങ്ങിയത് എന്ന പഴയ നിലപാടാണ് ഇക്കുറി വനം വകുപ്പ് തിരുത്തിയത്. മോഹൻലാലിനെതിരെ തുടർ നടപടി വേണ്ട എന്നും വനം വകുപ്പ് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലുണ്ട്. 2012 രജിസ്റ്റർ ചെയ്ത കേസ് 7 വർഷം കഴിഞ്ഞിട്ടും തീർപ്പാക്കാഞ്ഞത് എന്തുകൊണ്ടാണ് എന്നാണ് ഹൈക്കോടതി ചോദിച്ചത്.
3 ആഴ്ചയ്ക്കകം മജിസ്ട്രേറ്റ് കോടതി കേസിൽ റിപ്പോർട്ട് ഫയൽ ചെയ്യണമെന്നും സംസ്ഥാനത്തെ ഉയർന്ന കോടതി ഉത്തരവിട്ടു. ഇതിനെ തുടർന്നാണ് നടപടി വന്നത്. മോഹൻലാലിന്റെ കയ്യിലുള്ളത് ഒറിജിനൽ ആനക്കൊമ്പ് ആണെന്നാണ് വനം വകുപ്പ് കണ്ടെത്തിയത്. ആനക്കൊമ്പ് സൂക്ഷിക്കാൻ ലാലിന് അധികാരമില്ല എന്ന് കണ്ടെത്തി പിന്നീട് നിലപാട് സർക്കാർ തന്നെ തിരുത്തി. മോഹൻലാലിന് വേണ്ടി നിയമം പരിഷ്കരിച്ചു. ലാൽ ആനക്കൊമ്പ് വാങ്ങിയതായി പറയുന്ന കൃഷ്ണകുമാർ ആരെന്ന് വനം വകുപ്പ് കണ്ടെത്തിയിട്ടില്ല. അയാൾക്ക് ആനക്കൊമ്പ് എവിടെ നിന്നാണ് കിട്ടിയതെന്നും കണ്ടെത്തിയില്ല. കൃഷ്ണകുമാറിന് ആനക്കൊമ്പ് സൂക്ഷിക്കാൻ ആരാണ് അധികാരം നൽകിയതെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇത്രയും പ്രമാദമായ ഒരു കേസ് വനം വകുപ്പ് നിസ്സാരവൽക്കരിച്ചത് ചർച്ചയായി. ഒരു വ്യക്തിക്ക് വേണ്ടി നിയമത്തിൽ സർക്കാർ വെള്ളം ചേർത്തതും ചോദ്യം ചെയ്യപ്പെട്ടു. CPM-ഉമായി അടുപ്പം പുലർത്തുന്ന പ്രമുഖ വ്യക്തികളുടെ കേസുകൾ സർക്കാർ ലോക്കറിൽ സൂക്ഷിക്കാറുണ്ട്. എന്നാൽ മോഹൻലാലിന്റെ കാര്യത്തിൽ അമിതമായ ആവേശമാണ് കാണിച്ചത്. മോഹൻലാലിൽ നിന്നും കണ്ടെടുത്ത ആനക്കൊമ്പിനെ കുറിച്ച് പലതരം ദുരൂഹതകൾ പ്രചരിക്കുന്നു. ആനക്കളെ കൊന്ന് ആനക്കൊമ്പ് അപഹരിക്കുന്ന ചിലരെ പിടികൂടിയപ്പോഴും മോഹൻലാൽ വിവാദത്തിലേക്ക് കടന്നു വന്നിരുന്നു. മലയാളത്തിന്റെ പ്രിയതാരത്തെ ആരെങ്കിലും കബളിപ്പിച്ചിരിക്കാനാണ് സാധ്യത. ലാലിന്റെ മോദി ഭക്തിയാണ് ഇവിടെ വിനയായത്. നരേന്ദ്രമോദി വഴി മോഹൻലാൽ രാജ്യസഭയിലെത്തുമെന്നും വാർത്തകൾ ഉണ്ടായിരുന്നു. നരേന്ദ്രമോദിയും മോഹൻലാലും തമ്മിൽ മികച്ച ബന്ധമാണ് ഉള്ളത്. അച്ഛന്റെ പേരിലുള്ള ഫൗണ്ടേഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് നരേന്ദ്രമോദിയാണ്. തനിക്കൊപ്പം മോഹൻലാൽ നിൽക്കുന്ന ചിത്രം മോദി ട്വിറ്ററിലും ഇട്ടു. ഇതോടെ മോഹൻലാൽ BJP-യുമായി അടുക്കുന്നു എന്ന പ്രചാരണം വ്യാപിച്ചു. ഇത് ദോഷമായെന്ന് മനസ്സിലാക്കിയതോടെ മോഹൻലാൽ MP വാർത്ത നിഷേധിച്ചു. ചില ചിത്രങ്ങൾ അപ്രതീക്ഷിതമായി പരാജയപ്പെട്ടതോടെയാണ് ഇത്. മോഹൻലാലിന് ലഫ്റ്റനന്റ് പദവി നൽകിയത് UPA സർക്കാരാണ്. AK ആന്റണിയായിരുന്നു അന്ന് പ്രതിരോധ മന്ത്രി. മോഹൻലാലും ആന്റണിയുമായി മികച്ച ബന്ധമാണുള്ളത്. ലഫ്റ്റനന്റ് പദവി ലഭിച്ചപ്പോൾ ലാൽ കോൺഗ്രസുകാരനാണ് എന്ന പ്രചാരണം ഉയർന്നിരുന്നു. മോഹൻലാലിന് പ്രത്യക്ഷമായ രാഷ്ട്രീയ വിശ്വാസമൊന്നും ഇല്ല എന്നാണ് അദ്ദേഹവുമായി അടുപ്പമുള്ളവർ പറയുന്നത്. മോഹൻലാലിനെ കോൺഗ്രസും BJP-യുമാക്കാൻ വ്യാപകമായ ശ്രമം പക്ഷേ നടക്കുന്നുണ്ട്. ഇതേസമയം NSS-ഉമായി അദ്ദേഹം ബന്ധം പുലർത്തുന്നുണ്ട്. G. സുകുമാരൻ നായരുമായുള്ള അടുപ്പത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. അതേസമയം കോളേജ് വിദ്യാഭ്യാസ കാലത്ത് BJP-യുമായാണ് ലാൽ അടുപ്പം പുലർത്തിയിരുന്നത്. വൃശ്ചികം 1-ന് സ്വാമി ശരണം എന്ന പോസ്റ്റ് ഇട്ടതോടെയാണ് മോഹൻലാലും BJP-യുമായി ബന്ധമുണ്ടെന്ന് ജനങ്ങൾ തെറ്റിദ്ധരിച്ചത്. ഇത് പൂർണ്ണമായും തെറ്റിദ്ധാരണയാണ് എന്ന് പറയാൻ കഴിയില്ല. BJP-യുടെ കേരളത്തിലെ പല പ്രമുഖ നേതാക്കളുമായി മോഹൻലാലിന് ബന്ധമുണ്ട്. അവർ വഴിയാണ് അദ്ദേഹം നരേന്ദ്രമോദിയെ കണ്ടത്. മോദിയാകട്ടെ ലാലിനെ കണ്ടത് വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ്. രാജ്യസഭയിലെ MP സ്ഥാനം BJP എന്ന നിലയിലുള്ളതല്ല. കലാകാരന്മാർക്ക് രാജ്യം നൽകുന്ന ആദരമായാണ് സ്ഥാനം നൽകിയിട്ടുള്ളത്. എന്നാൽ BJP-ക്ക് താല്പര്യമില്ലാതെ അത് നൽകാനാവില്ല. അതേസമയം ഒരു MP സ്ഥാനത്തിന്റെ പേരിൽ തന്നിലുള്ള പ്രേക്ഷക ശ്രദ്ധ ഇല്ലാതാക്കാൻ ലാൽ ഒരുക്കവുമല്ല. എന്നാൽ തനിക്ക് ലഭിക്കുന്ന അപൂർവ നേട്ടം വേണ്ടെന്ന് വെക്കാൻ മോഹൻലാലിന് താല്പര്യമില്ല. സുരേഷ് ഗോപിക്ക് MP സ്ഥാനം നൽകിയപ്പോൾ തന്നെ ഇതിൽ അദ്ദേഹത്തിന് നോട്ടം വീണതാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ലാൽ മത്സരിക്കണമെന്നാണ് BJP-യുടെ താല്പര്യം. എന്നാൽ ലാൽ അതിന് തയ്യാറായില്ല. മോഹൻലാലിനെ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തിയത് ഇന്ത്യൻ പ്രധാനമന്ത്രി. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മോഹൻലാലിനെ മത്സരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസാരിച്ചത്. എന്നാൽ പൊതു രാഷ്ട്രീയ കാര്യങ്ങളാണ് ഇവർ സംസാരിച്ചതെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യം ചർച്ചാ വിഷയമായില്ല എന്നുമാണ് ലാലുമായി ബന്ധപ്പെട്ടവരിൽ നിന്നും ലഭിക്കുന്ന വിവരം. അതേസമയം താൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന വിവരം അറിഞ്ഞില്ലെന്ന് മോഹൻലാലും വ്യക്തമാക്കി. ഇപ്പോൾ ഒരു ജോലി ചെയ്യുന്നുണ്ട് എന്നും അത് തുടരാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മോദിയുടെ മനസ്സിൽ മോഹൻലാൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ശശി തരൂരിനെതിരെ മത്സരിക്കാൻ ഒരു ആഗോള പൗരൻ തന്നെ വേണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പ്. മോഹൻലാൽ മത്സരിക്കുകയാണെങ്കിൽ NSS-ന്റെ ഉൾപ്പെടെ പിന്തുണ BJP-ക്ക് ലഭിക്കുമെന്ന് മോദി കരുതുന്നു. NSS-ഉമായി ഏറെ അടുപ്പം പുലർത്തുന്നയാളാണ് മോഹൻലാൽ. NSS പെരുന്നയിൽ സംഘടിപ്പിച്ച യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അടുത്ത കാലത്ത് പിണറായി വിജയനുമായും ലാൽ അടുത്തിരുന്നു. അമേരിക്കയിലേക്ക് പോയ മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ച് പോസ്റ്റുമിട്ടു. പലതവണ പിണറായിയെ അദ്ദേഹം കണ്ടു. അതോടെയാണ് കേരളത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന മോദിയുടെ സ്ലീപ്പിംഗ് സെൽ പ്രധാനമന്ത്രിയെ വിവരം അറിയിക്കുന്നത്. പ്രധാനമന്ത്രി ലാലിനെ കാണാൻ ആഗ്രഹിക്കുകയായിരുന്നു. മോഹൻലാലിന് പക്ഷേ പ്രത്യക്ഷ രാഷ്ട്രീയ വിശ്വാസങ്ങൾ ഒന്നും തന്നെയില്ല. അദ്ദേഹം എല്ലാ പാർട്ടികളുമായും അടുപ്പം പുലർത്തുന്നയാളാണ്. മോഹൻലാൽ തുടങ്ങിയ വിശ്വശാന്തി ഫൗണ്ടേഷന്റെ ചുമതല BJP വിശ്വാസികൾക്കാണ്. അക്കാര്യം പുറത്തു വന്നപ്പോൾ തന്നെ BJP ബന്ധത്തിൽ സംശയം തോന്നിയിരുന്നു. ഇത്തരത്തിലുള്ള സുദൃഢ ബന്ധമാണ് എമ്പുരാനിലൂടെ ഇല്ലാതായത്. എന്നാൽ ലാലുമായി മോദിക്കും അമിത്ഷായ്ക്കുമുള്ള ധാരണാ പിശകുകൾ തിരുത്താൻ വിവിധ കോണുകളിൽ നിന്ന് ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. ഇല്ലെങ്കിൽ ലഫ്റ്റനന്റ് കേണൽ പദവി തെറിക്കും. മലയാളി വാർത്ത ഇൻസൈഡ്.